PC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് LGS 10th പ്രിലിംസ് ബെക്കോ LD എന്നിവയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സിലബസ് അനുസരിച്ചെടുത്ത മുൻവർഷ ചോദ്യങ്ങളും കുറച്ച് അനുബന്ധ വസ്തുതകളുമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS ബെക്കോ LD എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ സെറ്റ്, SCRT ഉൾപ്പെടെയാണ് നൽകുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. 1916 മഹാരാഷ്ട്രയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയില് വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരുടെയാണ്? DK കാർവയുടെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ശ്രീമതി നാദിഫായ് ദാമോദർ താക്കൂർ വിമൻസ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഏതാണ്? ശ്രീമതി നാദിഫായ് ദാമോദർ താക്കൂർ വിമൻസ് യൂണിവേഴ്സിറ്റി ആണ്. 1916 ബോംബെയിലെ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്. ഇതിന് തറക്കല്ലിട്ടത് അല്ലെങ്കിൽ ഇതിന് സ്ഥാപിച്ചത് DK കാർവെയാണ്. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കേട്ടോ DK കാർവെ. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യാനന്തര സമരകാലത്ത് ഇന്ത്യക്കാരുടെ ദേശീയ സ്നേഹം വളർത്തുന്നതിനായി നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് അബീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം? പ്രധാനപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ ഓർത്തിരിക്കണം. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി നിർണായക പങ്കുവഹിച്ച ഭാരതമാത ചിത്രം വരച്ചത് അബീന്ദ്രനാഥ ടാഗോർ ആണ്. നന്ദലാൽ ബോസിന്റെ വളരെ പ്രശസ്തമായ ഒരു ചിത്രം ഉണ്ടല്ലോ, അതേതാ? അത് സതിയാണ് കേട്ടോ. നന്ദലാൽ ബോസിന്റെ പ്രശസ്തമായ ചിത്രം സതിയാണ്. അതുപോലെ തന്നെ നന്ദലാൽ ബോസിന് മറ്റൊരു പ്രശസ്തമായ ചിത്രമുണ്ട്. അതേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെ, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം. അതുപോലെ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം വരച്ചതെന്ന് കൂടി ഓർത്തിരുന്നോളുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി. കോൺഗ്രസ് പോസ്റ്ററുള്ള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട നന്ദലാൽ ബോസിന്റെ കൃതി ഗ്രാമീണ ചെണ്ടക്കാരനാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണെന്ന് ഓർത്തോളുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ്? 1878 ആണ് കേട്ടോ. അപ്പൊ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയ് ചോദിക്കാറുണ്ട്. ആരാണ്? ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. 1878 നിയമം കൊണ്ടുവരുന്നത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയ്, ഇത് പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആണ്. അത് പിൻവലിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ചത് ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. അത് ഓർത്തോളണം. അതുപോലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 വയസ്സിൽ നിന്നും 21 വയസ്സിലേക്ക് പുനഃസ്ഥാപിച്ചത് റിപ്പൺ പ്രഭു ആണ്. അപ്പൊ ഇവര് കൊണ്ടുവന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ്, അതായത് ഒരാൾ കൊണ്ടുവന്നതിന് മറ്റൊരാൾ തിരുത്തി ചെയ്തത് റിപ്പൺ പ്രഭു ആണെന്ന് ഓർത്തോളണം കേട്ടോ. അപ്പൊ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു ആണ്. ഇത് പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആണ്. അതുപോലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 19 വയസ്സായിട്ട് ലിട്ടൺ പ്രഭു കുറയ്ക്കുകയും അതുപോലെ ഈ ഒരു വയസ്സിനെ 19 വയസ്സിൽ നിന്ന് 21 വയസ്സിലേക്ക് പുനഃസ്ഥാപിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു ആണെന്ന് ഓർത്തോളണം. എന്താണ് ഈ നാട്ടുഭാഷ പത്ര നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ ഭാഷകളിലെ പത്രങ്ങളെ നിയന്ത്രിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി വിമർശനങ്ങൾ അതിനൊക്കെ ബന്ധപ്പെട്ട്, അപ്പൊ ഏതെങ്കിലും പത്രത്തില് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എതിർത്തുകൊണ്ട് പത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പത്രങ്ങളെയൊക്കെ നിരോധിക്കുന്നതിനും അല്ലെങ്കിൽ അവയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിനു വേണ്ടിയിട്ടാണ് ഈ നാട്ടുഭാഷാ പത്ര നിയമം 1878 നടപ്പിലാക്കിയത് കേട്ടോ. പക്ഷെ ജനങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അങ്ങനെ ഈ ഒരു നിയമം ബ്രിട്ടീഷുകാര് പിൻവലിക്കുകയുമാണ് ചെയ്തത്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951 to 52 ആയിരുന്നു കേട്ടോ. 1951 to 52 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ. ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയായിരുന്നു കേട്ടോ.
ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമേ വോട്ട് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് കേട്ടോ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണെന്ന് ഓർത്തോളുക. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ് കേട്ടോ. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി ആയിരുന്നു എന്ന് ഓർത്തോളുക. അപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ ആയിരുന്നു. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമേ വോട്ട് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി ആയിരുന്നു എന്നും ഓർത്തിരിക്കുക. PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നോക്കാം. ഫസ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A വകുപ്പിലാണ് കേട്ടോ. 51A വകുപ്പിലാണ്. അപ്പൊ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി അല്ലെ? ആരാണ്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1876 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് പിംഗലി വെങ്കയ്യ ജനിക്കുന്നത്. പിംഗലി വെങ്കയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? പിംഗലി വെങ്കയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009 നിലവിലെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്? നിലവിലെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ് അംഗീകരിക്കുന്നത് കേട്ടോ. 1947 ജൂലൈ 22-നാണ് നിലവിലെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നതെന്ന് ഓർത്തിരുന്നോളുക കേട്ടോ. അപ്പോൾ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യ ജനിച്ചത് 1876 ഓഗസ്റ്റ് 2-നാണ്. പിംഗലി വെങ്കയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009 നിലവിലെ ദേശീയ പതാകയുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണെന്ന് കൂടി ഓർത്തോളുക കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യമേ പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമേ പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1896 കൊൽക്കത്ത സമ്മേളനം. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബാങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ഏത്? ആനന്ദമഠം കേട്ടോ. ആനന്ദമഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബാങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിരിക്കുന്ന എവിടെ നിന്നാ? ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിരിക്കുന്നത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത് എന്നാ? 1882-ലാണ് ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത്. ബാങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ്? അത് ബംഗാദർശനാണ് കേട്ടോ. ബംഗാദർശനാണ് ബാങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം. 1872-ലാണ് ഇത് ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബാങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വർഷം 1882-ആണ്. ബാങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം എന്താണ്? ബംഗാദർശനാണ്. 1872-ലാണ് ഈ പത്രം ആരംഭിച്ചത്. അതുപോലെ തന്നെ ബാങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാണെന്നറിയാമോ? സീതാറാം ആണ് കേട്ടോ. ബാങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാണ്? സീതാറാം ആണെന്ന് കൂടി ഓർത്തിരുന്നോളണം. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24-ലാണ് വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ടതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പാണ് കേട്ടോ. ഏത് വകുപ്പാണ്? 16-ാം വകുപ്പാണെന്ന് ഓർത്തോളുക. അപ്പോ പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് ഏത്?
16ാമത്തെ വകുപ്പ് വരുന്നത് മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച ജന്മദിനം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരന് പൊതു നിയമങ്ങളിൽ വിവേചനം പാടില്ലെന്ന അനുച്ഛേദമാണ് 16 വരുന്നത്. അപ്പൊ പൊതു നിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് ഏത്? അനുച്ഛേദം 16 എന്ന് പറയുന്നത്. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തില് മാത്രം ഒരു പൗരന് പൊതു നിയമങ്ങളിൽ വിവേചനം പാടില്ലെന്നാണ് ഈ അനുച്ഛേദം പരാമർശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായി ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായ പ്രസ്താവന? സത്യമേവ ജയതേ എന്ന മുണ്ടോപനിഷത്തിൽ നിന്നും എടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൽ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. പ്രസ്താവന ശരിയാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. പ്രസ്താവന തെറ്റാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹത്തോരമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അതും ശരി തന്നെയാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറഞ്ഞത് എന്താണ്? സിംഹമുദ്രയാണ് അല്ലെ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് വരുന്നതെന്ന് ഓർത്തോളുക. അതുപോലെ തന്നെ ഈ സിംഹമുദ്രയുടെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതേ എന്നാണ് കേട്ടോ. സിംഹമുദ്രയുടെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേ എന്താണ്? സത്യമേവ ജയതേ എന്നതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ദേശീയ ഔദ്യോഗികമായി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 26-നാണ് ദേശീയ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. സിംഹം, ആന, കാള, കുതിര എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. എന്തൊക്കെയുണ്ട്? സിംഹം, ആന, കാള, കുതിര എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ദേശീയ ചിഹ്നത്തില് ഉണ്ട്. അപ്പൊ സിംഹമുദ്രയുടെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേ എന്താണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്രയാണ്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം എടുത്തിരിക്കുന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ്. ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നത് 1950 ജനുവരി 26-നാണ്. സിംഹം, ആന, കാള, കുതിര എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തില് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി ഓർത്തിരുന്നോളുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിന്റെ ഏകദേശ ചുറ്റളവ് വരുന്നത് 96.5 കിലോമീറ്റർ ആണ് കേട്ടോ. 96.5 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കായൽ. സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യയാണ് കേട്ടോ. വേമ്പനാട്ട് കായൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ഏതാണ്? ആദിത്യയാണെന്ന് ഓർത്തോളുക. ആദിത്യ. വേമ്പനാട്ട് കായൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാ? മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ കേട്ടോ. വേമ്പനാട്ട് കായൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നതെന്ന് ഓർക്കുക. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വേമ്പനാട്ട് കായൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ്? ആദിത്യയാണ്. വേമ്പനാട്ട് കായൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നിവയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി അല്ലെ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ഏകദേശം നീളം 176 കിലോമീറ്റർ ആണ് കേട്ടോ. 176 കിലോമീറ്റർ ആണ്. പുളിച്ചിമലയിൽ നിന്നാണ്, ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പമ്പ നദി ഉത്ഭവിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദി. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത്
പമ്പ നദിയാണെന്ന് ഓർത്തോളുക. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ നദികളിലാണ് പമ്പ നദി ഒഴുകുന്നത്. അപ്പൊ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടി നദിയാണ് പമ്പ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമ്പനി കോഡിൽ ജസ്റ്റ് 10th പ്രിലിംസ്, ബെക്കോലഡി, LPUP, കേറ്ററ്റ് എന്നിവയുടെയൊക്കെ പ്രീ പ്രൈമറിയുടെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസോ ഒക്കെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.